ഇപ്പോൾ തിരുവനന്തപുരത്ത് LDF സ്വീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം അത്തരമൊരു നാട്ടിൽ ഇതാകെ തുടച്ചു നീക്കണം, എല്ലാ തരത്തിലും അഴിമതി ഇല്ലാതാവണം. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് അഴിമതി ഇല്ലാതാക്കാനുള്ള ശക്തമായ നടപടികൾ തന്നെ LDF ഗവൺമെന്റ് സ്വീകരിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള ഉറപ്പ് ഇപ്പോഴും ആവർത്തിച്ച് പറയാനുള്ളത്. അഴിമതിക്ക് പുത്തൻ മാർഗങ്ങൾ കാണുന്നവരുണ്ട്, പുതിയ രീതികൾ സ്വീകരിക്കുന്നവരുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ നല്ലത്. അതിനുള്ള അവസരം അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പഴയ ശീലം വെച്ച് പുതിയ കാലത്ത് പ്രവർത്തിക്കാൻ തുടങ്ങരുത് എന്നാണ് എല്ലാ തലങ്ങളിലുമുള്ള അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ നമുക്ക് അഴിമതിയില്ലാത്ത ഒരു സുതാര്യ കേരളം ഇവിടെ കെട്ടിപ്പടുക്കാനാവും. ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും പഴയ നില ആവർത്തിക്കുന്നു എന്ന് കണ്ടാൽ ഒരു സംശയവുമില്ലാതെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ എല്ലാവർക്കും അധികാരമുണ്ടാവും. ഒരു സംശയവും വേണ്ട, അത്തരം കാര്യങ്ങളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഒഴിവുകൾ നിരവധിയുണ്ട്. ആ ഒഴിവുകൾ 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുക മാത്രമല്ല, ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പ്രധാനപ്പെട്ട തസ്തികകളടക്കം ഒഴിഞ്ഞു കിടക്കുന്ന നിലയിൽ ആദ്യം ഈ ഒരു നടപടിയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ മറ്റ് രംഗങ്ങളിൽ തൊഴിലവസരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. മന്ത്രിമാരുടെ ഓഫീസുകൾ പോലും പൂർണ്ണമായി പ്രവർത്തന സജ്ജമായി എന്ന് പറയാറായിട്ടില്ല. അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ നാടിൻ്റെ യുവാക്കളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലാത്ത യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചില നീക്കങ്ങൾ LDF ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ചില വാഗ്ദത്തങ്ങൾ ഇതിനകം ലഭിച്ചിട്ടുമുണ്ട്. പിന്നെ വാഗ്ദത്തം ഇപ്പൊ തന്നെ പറയുന്നതല്ല നല്ലത്, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വരുമ്പോൾ പറയുന്നതാണ് നല്ലത് എന്തുകൊണ്ട്, എന്താണത് എന്നതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. പക്ഷേ പ്രതികരണം മോശമല്ല. നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ
കേരളത്തെ ആകെ വികസനത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയണം. ചില കാര്യങ്ങൾ കേരളത്തിന് ഫലപ്രദമായി ചെയ്യാൻ കഴിയും. കാരണം നാം ഉയർന്ന സംസ്കാരമുള്ളവരാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സംസ്ഥാനമാണ്. പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ചില കർമ്മ പദ്ധതികളിലേക്ക് LDF ഗവൺമെന്റ് നീങ്ങുകയാണ്. നല്ല ഫലം സൃഷ്ടിക്കാനാകും എന്ന് തന്നെയാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് ആവശ്യം. ഒരു പ്രശ്നം അടുത്ത നാളുകളിൽ ചെറിയൊരു വിവാദമായി ഉയർന്നു വന്നു. ഇന്ന് വൈകുന്നേരം മുല്ലപ്പെരിയാർ സമരസമിതി ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ചർച്ച ചെയ്തിരുന്നു പ്രശ്നങ്ങൾ. അവർ വന്ന് ചർച്ച ചെയ്തപ്പോൾ ഗവൺമെന്റ് നിലപാടും അവരുടെ നിലപാടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന കാര്യം അവർക്ക് ബോധ്യമായിരുന്നു. നമ്മുടെ നാട്ടിലെ ചില കുമിളകൾ എങ്ങനെ പൊട്ടിപ്പോകുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഡൽഹിയിൽ പോയ ഘട്ടത്തിൽ അവിടെ പത്രക്കാരുമായി സംസാരിക്കുമ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയായിരുന്നു ഞാൻ. അപ്പൊ ഞാനതിലൂന്നിയത് മുല്ലപ്പെരിയാർ വിഷയത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കണ്ടു നാം പോകണം എന്നതാണ്. എന്താ യാഥാർത്ഥ്യം? സുപ്രീം കോടതി ഒരു വിധി നിലനിൽക്കുന്നുണ്ട്. നമ്മളെടുത്ത നിലപാട് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്ന തരത്തിൽ അവിടെ ഡാമിന് ബലമുണ്ട് എന്ന അഭിപ്രായം കേരളത്തിന് പൊതുവിലില്ല. പക്ഷെ നമ്മൾ ഡാമിന് ബലമില്ല എന്ന് പറയുമ്പോൾ അത് സമർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ വെച്ച നിർദ്ദേശം ഡാമുമായി ബന്ധപ്പെട്ട് ലോകത്ത് തന്നെ വിദഗ്ധന്മാരുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ 100 വർഷമൊക്കെ കഴിഞ്ഞ ഡാമുകളെ കുറിച്ച് പഠിക്കുന്ന വിദഗ്ധരുണ്ട്. അത്തരം വിദഗ്ധർ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയെ കൊണ്ട് ഈ ഡാമിന്റെ ഉറപ്പിനെ കുറിച്ച് പരിശോധിപ്പിക്കണം. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് മുൻകൈ എടുക്കണം. നമ്മുടെ ആ നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചില്ല. നിർഭാഗ്യകരമായ വശമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡാമിന്റെ ഉറപ്പിനെ കുറിച്ചുള്ള പരിശോധന നടത്തലാണ് പ്രധാനം. അങ്ങനെ പരിശോധനയുടെ ഡാമിന്റെ ഉറപ്പിന്റെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയണം. ഇതാണ് ഞാൻ വെളിപ്പെടുത്തിയ ഒരു കാര്യം. അതിലൊരു വ്യത്യസ്ത അഭിപ്രായമില്ല. നമ്മുടെ മുല്ലപ്പെരിയാർ സമരസമിതി 10 വർഷത്തിലധികമായിട്ട് നിലനിൽക്കുന്ന ഒരു സമിതിയാണ്. ആ സമിതിക്ക് ആ കാര്യത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല. അത് തന്നെയാണ് അവരും പറയുന്നത്. പുതിയ ഡാമിന്റെ പ്രശ്നം, പുതിയ ഡാം വേണ്ട എന്ന നിലപാടല്ല എനിക്കോ ഈ പുതിയ ഗവൺമെന്റിനോ ഉള്ളത്. കേരളത്തിൽ അങ്ങനെ നിലപാടില്ല. പക്ഷെ പുതിയ ഡാം നമ്മൾ കുറച്ച് കല്ലുകൊടുത്ത് കൊണ്ടുപോയി കെട്ടാൻ കഴിയുന്നതല്ല. പുതിയ ഡാം കെട്ടണമെങ്കിൽ നമ്മൾ തന്നെ നിയമസഭ പാസ്സാക്കിയുള്ള പ്രമേയം തന്നെ തമിഴ്നാടും കേരളവും കൂടിയേ സാധിക്കും. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് സമ്മതിക്കണം. നമുക്ക് ഒറ്റക്ക് ആ ഡാം കെട്ടാൻ കഴിയും. അപ്പോൾ തമിഴ്നാടും കേരളവും കൂടി കെട്ടുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു കാര്യം
ഞാൻ വ്യക്തമാക്കിയിരുന്നത് ശരിയാണ്. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്ക് തമിഴ്നാടുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്കല്ല കാര്യങ്ങൾ പോകേണ്ടത്. സംഘർഷമല്ല ആഗ്രഹിക്കുന്നത്, കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനാവും. അത് തമിഴ്നാടുമായും ചർച്ച ചെയ്യും. അതല്ലാതെ നാം ഉയർത്തിയ ഒരു മുദ്രാവാക്യവും നമ്മൾ ഉപേക്ഷിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാമിന്റെ കാര്യത്തിൽ ഡാമിന് ബലമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിലും അതാണ് സുപ്രീം കോടതി പറഞ്ഞാൽ അതാണല്ലോ ഇന്ന് നേരെ നിൽക്കുക. പക്ഷേ നമുക്കതിനോട് യോജിപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു അന്താരാഷ്ട്ര വിദഗ്ധ സമിതിയെ കൊണ്ട് അത് പരിശോധിപ്പിക്കണം. സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് അത്തരം ഒരു നിലപാടിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും. ചില അന്താരാഷ്ട്ര വിദഗ്ധരെ കുറിച്ച് ഇപ്പൊ തന്നെ ചില വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെന്റ് അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കുകയും ചെയ്യും. അങ്ങനെയൊരു വിദഗ്ധ സമിതിയുടെ പേരടക്കം വെച്ചുകൊണ്ട് നിർദ്ദേശിക്കും. ആർക്കും പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റാത്ത അത്രയും പ്രഗത്ഭരായ ഒരു വ്യക്തികൾ ഉൾക്കൊള്ളുന്ന സമിതിയെ വെച്ചുകൊണ്ടുള്ള നിർദ്ദേശം സ്വാഭാവികമായും കേന്ദ്രത്തിന് മുന്നിൽ നൽകും. പുതിയ ഡാമിന്റെ കാര്യത്തിൽ പുതിയ ഡാം വേണ്ട എന്ന് LDFിന് അഭിപ്രായമില്ല, LDF ഗവൺമെന്റിന് അഭിപ്രായമില്ല. പുതിയ ഡാം രണ്ടു കൂട്ടരുടെയും സമ്മതത്തോടെ മാത്രമേ സാധിക്കൂ. അപ്പൊ അത് സമ്മതിപ്പിക്കാനുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നടക്കണം. അതിനെല്ലാം ആദ്യം വേണ്ടത് ഈ ഡാമിന്റെ ബലത്തെക്കുറിച്ചുള്ള ശരിയായ പഠനമാണ്. ഒരു തർക്കവുമില്ല. മുല്ലപ്പെരിയാർ സമരസമിതിയും നേരത്തെ ചർച്ച ചെയ്തപ്പോൾ നല്ല രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ കാത്ത് പത്രക്കാർ താഴെ നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇവരൊക്കെ താഴെ കാത്തു നിന്നിട്ടുണ്ടാവും, അതൊക്കെ അറിയില്ല. നിങ്ങൾ അവരെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിക്കോളൂ, നിങ്ങളിവിടെ വരുന്നുണ്ടെന്ന് അവർ നേരത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ അവരോട് പറയുകയുണ്ടായി. അപ്പൊ ഇതാണ് ഗവൺമെന്റ് സമീപനം. അതിലൊരു കാര്യം വ്യക്തമാണ്, നമ്മൾ സംഘർഷത്തിനല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ തൊട്ടു കിടക്കുന്ന സംസ്ഥാനങ്ങളുമായൊന്നും സംഘർഷം ഉണ്ടാക്കി പോകാൻ നമുക്ക് താല്പര്യമില്ല. ആ സംഘർഷം കൊണ്ട് നമുക്കും ഗുണമല്ല, അവർക്കും ഗുണമല്ല. എപ്പോഴും തൊട്ട അയൽക്കാരുമായി നല്ല ബന്ധമാണ് നമുക്ക് വേണ്ടത്. ആ ബന്ധത്തിന് വേണ്ടി തന്നെയാണ് ഈ ഗവൺമെന്റ് നിലകൊള്ളുന്നത്. ഇവിടെ സംഘർഷങ്ങൾ ആഗ്രഹിക്കുന്ന പല ശക്തികളുണ്ട്. നാടിന്റെ സ്വൈര്യവും സമാധാനവും തകർക്കുന്നതിന് ഇടയാക്കുന്ന ഏറ്റവും കടുത്ത പ്രശ്നമാണ് വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. വർഗീയ ശക്തികൾ നമ്മുടെ നാട്ടിൽ പല തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വർഗീയ ശക്തികളുടെ പ്രവർത്തനത്തെ നാം ഗൗരവമായിട്ട് തന്നെ കാണണം. ഞങ്ങൾ തലകുനിച്ചുകൊണ്ട് തന്നെ കാണുകയാണ്. ആ വർഗീയതയ്ക്ക് കൂടുതൽ കരുത്ത് പകരാതിരിക്കാൻ ശ്രമിക്കണമെന്ന വിധിയാണ് ഞങ്ങളുടെ നേർക്ക് ജനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ വിധിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. വർഗീയത അതിനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനാവില്ല. ആ കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടിന് സ്വൈര്യവും സമാധാനവുമാണ് ആവശ്യം. ആ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചു പോകും. പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഒരുപാട് ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലായി അഴിച്ചുവിടുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ എങ്ങനെയാണ് ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്? ഇവിടെ കേരളത്തെ ഒരു പരീക്ഷണശാലയാക്കി നരേന്ദ്രമോദിയും അമിത്ഷായും മാറ്റുകയായിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും പ്രതീക്ഷിച്ചത് അവരുടേതായ പദ്ധതികളിലൂടെ കേരളത്തെ പിടിച്ചടക്കാമെന്നാണ്. അതിനായി അവർ പുറപ്പെട്ടു. എല്ലാ സന്നാഹങ്ങളും വലിയ തോതിലാണ് ഒരുക്കിയത്. പിന്നെ പണത്തിന് ക്ഷാമവുമില്ല. അത്തരത്തിലുള്ള ഒരു പണപ്പുറപ്പാടാണ് അവരുടെ ഭാഗത്തുണ്ടായത്. ആദ്യം 70-ൽ പരം സീറ്റുകൾ നേടും എന്ന് പ്രഖ്യാപിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല.
പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി. എങ്ങനെയായാലും 1 ഡസനിലധികം സീറ്റ് നേടും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചതും ഇവിടെയുള്ള അവരുടെ ആൾക്കാർ അവരെ ധരിപ്പിച്ചു. അപ്പൊ അതിനുവേണ്ടി എല്ലായിടങ്ങളിലും തയ്യാറെടുക്കുന്നു. ഈ മുഴുവൻ സീറ്റുകളും അവർ പ്രതീക്ഷിക്കുന്ന 1 ഡസനിലധികം സീറ്റുകൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടങ്ങളിലെല്ലാം വിജയാഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ നേരത്തെ സന്നദ്ധരായി. വിജയാഹ്ലാദം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിജയാഹ്ലാദം പ്രകടിപ്പിക്കുന്നത് പോലെയല്ല. നമ്മൾ വിജയാഹ്ലാദം പ്രകടിപ്പിക്കുമ്പോൾ ഏറി വന്നാൽ ചെയ്യുന്നത് അടുത്ത കടയിൽ പടക്കോ മറ്റോ ഉണ്ടെങ്കിൽ അത് വാങ്ങി ഒന്ന് പൊട്ടിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇവർക്ക് വിജയാഹ്ലാദം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിനുവേണ്ടിയുള്ള ആയുധ സജ്ജീകരണം നടത്തി. കൈ താഴ്ത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പം അദ്ദേഹത്തിന്റെ കൈ നീർന്നു കിടക്കുന്നുണ്ട്. അത് എന്നാലും ബാൻഡേജ് അവിടെ കാണാം. ചന്ദ്രശേഖരനെ അവിടെ ആർക്കും അറിയാത്തതല്ല. ഈ കഴിഞ്ഞ 5 വർഷം അവിടെ MLA ആയി തോന്നിച്ചയാളാണ്. ഇനി MLA എല്ലേക്ക് തന്നെ ചന്ദ്രശേഖരനെ അവിടെ അറിയാം. ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഒരാളാണ് ചന്ദ്രശേഖരൻ. ആർക്കും അറിയാത്തതല്ല. അങ്ങനെ ഒരാള് ജയിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ വടികൊണ്ട് തല്ലുകയാണ്. ഏതെങ്കിലും തെക്കുപ്പെട്ട് ഒരു പരസ്പരമുള്ള ഉന്തലും തള്ളലും ഉണ്ടായി അങ്ങനെ തള്ളിപ്പോയതല്ല. നേരെ വടികൊണ്ടടിച്ച് കൈയുടെ എല്ല് പൊട്ടിക്കാൻ നോക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് ഉണ്ടായത്. ഇത്ര വലിയ മണ്ഡലമില്ലെങ്കിലും ധർമ്മടം മണ്ഡലവും ഒരു ജയിക്കുന്ന മണ്ഡലമാണ്. സാധാരണ അവിടെയാണല്ലോ ഞാൻ മത്സരിച്ചത്. ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ എനക്കും അറിയാം, ഞങ്ങളെ അനുകൂലിക്കുന്നവർക്കും അറിയാം, എതിർക്കുന്നവർക്കും എല്ലാം അറിയാം അവിടെ ജയിക്കുന്നു. ജയം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. ആഹ്ലാദം ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനം മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. എല്ലായിടങ്ങളിലും നാം കണ്ടല്ലോ. ജനങ്ങളാകെ ഇളകി വരികയായിരുന്നല്ലോ. അതിന് കുട്ടികളും സ്ത്രീകളൊക്കെ ഇതുപോലെ ആഹ്ലാദ പ്രകടനത്തിൽ ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പും മുൻപുണ്ടായിട്ടില്ല. കാരണം ലോറികളിലൊക്കെ സ്ത്രീകൾ കയറി ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. അതായിരുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ഒരു ദുർഭരണം അവസാനിച്ചല്ലോ എന്ന ആഹ്ലാദം എല്ലാ കുടുംബങ്ങളിലും കുട്ടികളിലും അടക്കം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഒരു ആഹ്ലാദ പ്രകടനം. അതിന്റെ ഭാഗമായി ഇത്തവണ കണ്ടൊരു പ്രത്യേകത, ഈ ചെറിയ ചെറിയ വാഹനങ്ങളിൽ ആളുകൾ കയറി എന്നിട്ട് അതിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകും. ഇതാണ് കണ്ട ഒരു കാഴ്ച. അപ്പൊ ഒരു പ്രദേശത്തുള്ള ഒരു 2-3 കുടുംബക്കാർ, വേറെ ആരുമില്ല അതിനകത്ത്, അവരെല്ലാം കൂടി ഒരു വണ്ടി കയറി. അവര് എൻ്റെ മണ്ഡലത്തില് എൻ്റെ വീട്ടിന്റെ അടുത്തായിട്ട് വരും ആ പ്രദേശം. അവിടെ ആ വാഹനം ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അവിടെ ഒരു ക്രിമിനൽ സംഘമുണ്ട്. ആ ക്രിമിനൽ സംഘം ഇവരെ കാത്തു നിൽക്കുന്നു. അവര് ഈ വാഹനത്തിന് നേരെ ബോംബ്, ചെറിയ കുഞ്ഞുങ്ങളടക്കമുണ്ട് ഈ വണ്ടിയിൽ. അപ്പൊ സ്വാഭാവികമായും വണ്ടി നിർത്തി അവര് ഇറങ്ങുകയാണ്. അതിനകത്തുള്ള ഒരു ആള് റോഡ് സൈഡിൽ ഇറങ്ങി നിൽക്കുന്നു. ഈ RSSകാരുടെ കയ്യിലുള്ള ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി അപ്പോൾ നേരെ ഓടിച്ചു വരികയാണ് ഇയാളുടെ നേരെ. ഇയാളത് മനസ്സിലാക്കുന്നില്ല. ഇയാൾ ഈ ഇതിന്റെ തിരക്കിൽ നിൽക്കുകയാണ്. വന്ന് ആ വണ്ടി ഇടിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള തന്നെ ആ ശരീരത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങിയ പാടുണ്ട്. ഈ ഭാഗത്താണ് കയറി അങ്ങ് പോകുക. അവിടെ തന്നെ മരിച്ചു. എത്ര ആക്രമണങ്ങൾ, ഏതെല്ലാം സംഭവങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ. ഇത് എല്ലാം ഇപ്പൊ ഞാൻ ഓരോന്നും എടുത്ത് ആവർത്തിച്ച് പറയല്ല. ഇതാണ് നടന്നത്. നിരാശയിൽ നിന്നുണ്ടായ ആക്രമണങ്ങളായിരുന്നു. തങ്ങൾ തകർന്നു പോയതിലുള്ള ആക്രമണം. ഇപ്പൊ ഇവിടെ ശ്രീ രാജഗോപാൽ വിജയിച്ചു. രാജഗോപാൽ വിജയിച്ചത് BJPയുടെ ശക്തി കൊണ്ടാണ്. എവിടെ പോയി കോൺഗ്രസിന്റെ ആളുകളൊക്കെ? എവിടെ പോയി? കോൺഗ്രസിന് ഇരിക്കാൻ പറ്റുന്ന ബൂത്ത് ഏജന്റുമാരുണ്ടല്ലോ, ആ ബൂത്ത് ഏജന്റുമാരൊക്കെ എവിടെ പോയി? ആരെയും കണ്ടില്ലാലോ. ഒന്ന് ബൂത്തിന് പുറത്തുള്ളവരല്ല, ബൂത്തിനകത്തിരിക്കുന്നവരവരെ കണ്ടില്ലാലോ.
അപ്പൊ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നല്ലോ. ആർക്കും കാങ്കപ്രതിയുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നല്ലോ അത്. ആ ദിവസം ശിവൻകുട്ടിയെ വിളിച്ചു ചോദിക്കുമ്പോ അന്ന് തന്നെ അയാൾ പറയാണ്, ഇവിടെ കോൺഗ്രസിനൊന്നും കാണാനില്ല പല ബൂത്തിലും, അപ്പൊ അവരെല്ലാം ഇവർക്ക് വോട്ട് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. ഇതാണല്ലോ സംഭവിച്ചത്. അപ്പൊ കോൺഗ്രസ്സുകാര് തീരുമാനിച്ചു വോട്ട് കൊടുക്കുകയാണല്ലോ. അതിന് പ്രതിഫലം പറ്റിയിട്ടുണ്ട്. രാജഗോപാലിനെ വിജയിപ്പിച്ചതിന്റെ പ്രതിഫലത്തിന്റെ ഭാഗമാണ് അവര് ജയിച്ചു നിൽക്കുന്ന കുറെ സീറ്റുകൾ. അല്ലെങ്കിൽ അവർ ജയിക്കുന്നതല്ല, അതും ഇതിന്റെ കൂടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങൾ. എന്നിട്ട് അമിത്ഷാ അടക്കമുള്ള ആളുകൾ ഇവിടെ LDF-നെ കുറ്റപ്പെടുത്താൻ പുറപ്പെട്ടത്. ആക്രമണം അവർ നടത്തുക. അതിൽ പിന്നെ ആശ്ചര്യപ്പെടേണ്ടതായിട്ടില്ല. RSS എന്ന് പറയുന്നത് നുണപ്രചരണം നടത്താൻ നല്ല വൈഭവം നേടിയവരാണ്. ഈ രാജ്യത്ത് നടന്ന എല്ലാ വർഗീയ കലാപങ്ങളും എടുത്തു നോക്കിക്കോളി. ആ കലാപങ്ങളുടെ എല്ലാം പിന്നിൽ നുണപ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നുണപ്രചരണങ്ങൾ സംഘടിപ്പിച്ചത് RSS ആണെന്നും കാണാൻ പറ്റും. അപ്പൊ അതവരുടെ ഒരു പരിശീലനത്തിന്റെ ഭാഗമാണ്. നേരെ വിരുദ്ധമായ കാര്യങ്ങൾ പച്ച നുണയായി അവതരിപ്പിച്ചു. അപ്പൊ നാം ആ കാര്യത്തിൽ കരുതിയിരിക്കണം. നമ്മുടെ നാടിന്റെ തനിമ നശിപ്പിക്കാനാണ് നീക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന ഒരു സംസ്കാരം പടുത്തുയർത്തിയ നാടാണ്. അത് മാറ്റി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് കാണിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിന്റെ തനിമ നിലനിർത്താൻ നമുക്ക് കഴിയണം. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം, ജനവികാരത്തോടൊപ്പം, ജനങ്ങൾ ചിന്തിക്കുന്നതിനോടൊപ്പം LDF ഗവൺമെന്റ് ഉണ്ടാകും എന്ന ഉറപ്പാണ് എനിക്ക് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാനും പ്രവർത്തിക്കാനും ഈ ഗവൺമെന്റ് ശ്രമിക്കും. അക്കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഇന്ന് ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം നിങ്ങൾക്ക് വിനീത വിധേയരായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ നൽകിയ സ്വീകരണത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.